കോടികളുടെ അഴിമതിക്ക് കളമൊരുക്കി കോഴിക്കോട് അനധികൃതമായി ബസ് ഷെൽട്ടർ അനുവദിച്ചത് കോർപ്പറേഷൻ ഭരണ നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ളവർക്കെന്ന് ആരോപണം. ഇവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാനാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ച് ബസ് ഷെൽട്ടർ പദ്ധതി തുടങ്ങിയതെന്നാണ് ആരോപണം. കോർപ്പറേഷൻ കരാർ ഒപ്പിട്ടത് ട്രൈറ്റൻ അഡ്വർടൈസേഴ്സുമായാണെങ്കിലും ഇപ്പോൾ പദ്ധതി നടത്തുന്നത് മറ്റൊരു കമ്പനിയാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ബസ് ഷെൽട്ടർ നിർമ്മാണത്തിന് അനുമതി നേടിയെടുത്ത ട്രൈറ്റൻ എന്ന സ്ഥാപനത്തെ ചൊല്ലിയാണ് ദുരൂഹത ഉയരുന്നത്. സ്ഥാപനത്തിന്റെ 40% ഓഹരി കോർപ്പറേഷനിലെ മുഖ്യ ഭരണകക്ഷിയുടെ നേതാക്കളുമായി അടുത്ത ബന്ധമുള്ളവരുടേതാണെന്നാണ് ആരോപണം. കരാർ ശരിയാക്കി നൽകിയതിന് പണം മുടക്കാതെ ലഭിച്ച ഓഹരി ഇവർക്ക് കൃത്യമായി ലാഭവിഹിതം കൊടുക്കണമെന്ന കരാറിന്മേലാണ് കോർപ്പറേഷന് നഷ്ടം വരുത്തി പദ്ധതി ട്രൈറ്റന് നൽകിയതെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഒരു നിബന്ധനയും പാലിക്കാതെ മുൻ മേയറുടെ കുറച്ച് വേണ്ടപ്പെട്ട ആളുകൾക്ക് മാത്രം ഇത് നൽകി. ഇപ്പം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥന്മാരും ചില ഡിവൈഎഫ്ഐയിലെ ചില ഉന്നത നേതാക്കന്മാരും ചേർന്നുകൊണ്ട് മാത്രമാണ് ആ സ്ഥാപനം ഇപ്പം നടത്തിക്കൊണ്ട് പോകുന്നത്. ലാഭവിഹിതം വീതിക്കുന്നതിനെ ചൊല്ലി ഓഹരിയുടമകളിൽ തർക്കമുണ്ടായതിനെ തുടർന്ന് പിന്നീട് ട്രൈറ്റൻ അഡ്വർടൈസിംഗ് എന്ന കമ്പനി മാറി ഭരണ നേതൃത്വവുമായി ബന്ധമുള്ളവർ പ്രത്യേക കമ്പനി രൂപീകരിച്ചു. ഇവരാണ് ഇപ്പോൾ പദ്ധതി നടത്തുന്നത്. ഇത് പ്രൊജക്ട് സമർപ്പിച്ച കമ്പനി ഒന്നാണ്, ഇപ്പം അത് കൈവശമുള്ള കമ്പനി വേറൊന്നാണ്. പക്ഷെ പ്രൊജക്ട് ഇവർ പറയുന്നത് അതേ ടീമിന് തന്നെയാണ് കൊടുത്തത് എന്നാണ് കോർപ്പറേഷൻ എന്ന് അന്വേഷിക്കുമ്പോൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിലൊക്കെ വലിയൊരു മാഫിയ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസവും, അത് തന്നെയാണ് സത്യവും. അതേസമയം തന്റെ കാലത്തല്ല ബസ് ഷെൽട്ടർ അനുവദിച്ചതെന്നും ഇതേക്കുറിച്ച് പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും കോഴിക്കോട് മേയർ A.K. പ്രേമചന്ദ്രൻ വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ ലംഘിച്ചു നൽകിയ ബസ് ഷെൽട്ടർ കരാർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മാസങ്ങൾക്ക് മുമ്പ് മേയർക്ക് സ്വകാര്യ വ്യക്തി പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. KM ഷഹീദ്, റിപ്പോർട്ടർ, കോഴിക്കോട്.